അങ്ങനെ അനിയുടെ കല്യാണത്തിന് തലേ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അനാമിക പോയിട്ട് നന്ദനോട് പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് നീ വരരുത്. നിന്നെ കണ്ടാ പിന്നെ അനി എപ്പോഴും നിന്റെ കൂടെ തന്നെയായിരിക്കും. ഭാര്യയാകാൻ പോകുന്നവളാണെന്ന് പോലും ഒരു പരിഗണന എനിക്ക് അവൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അനാമിക പേടിക്കണ്ട, ഞാൻ വിവാഹത്തിന് വരില്ല എന്ന് അവളും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെങ്കില് അനിയും അതുപോലെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ വിളിച്ചത് കൊണ്ട് തന്നെ നന്ദുവിന് പോവാതിരിക്കാൻ സാധിക്കുന്നില്ല. നന്ദു അങ്ങനെ വിവാഹത്തിന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബാഗൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അനി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നന്ദു എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അനാമിക മനസ്സിലോർക്കുകയാണ്, വരലെന്നും പറഞ്ഞിട്ടും നാളെ അവൻ നിൽക്കുന്നത് കണ്ടില്ലേ അവളെ കണ്ടപാടെ അനി എൻ്റെ അടുത്തുനിന്ന് ഓടി അവളുടെ അടുത്തേക്ക് പോയി. അതിനർത്ഥം അനിക്ക് എപ്പോഴും ഇഷ്ടം അവളെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന ഓടി നിന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നവിയും ഓടി ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് വാന്നും പറഞ്ഞ് അച്ഛനെയും അവളെ അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കനകയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് വേണ്ടി നയന ഒരു മുറി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ബാഗെല്ലാം വെച്ചോളാൻ പറഞ്ഞിട്ട് കേട്ടോ നയന. അങ്ങനെ അനിയാണെങ്കിൽ ഇവളുടെ പുറകെ തന്നെ നടക്കുന്നത് കണ്ടിട്ട് അനാമിക വന്നിട്ട് പറയാണ്, എന്താ അനി നീ ഇപ്പൊ അവളുടെ പുറകെ തന്നെ നടക്കുകയാണോ? ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ അനാമിക, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാണ്. അല്ല, ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാ എന്നും പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പം അനിയും ക്രോസ് ചെയ്യാണ്. പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഈ സമയത്ത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം ഈ സമയത്ത് എന്ത് കാര്യം സംസാരിക്കാനാ അനി, എനിക്കിതിനോടൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞിട്ട് നന്ദു തിരിഞ്ഞു പോകാൻ നേരം അനി നന്ദുവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്നു. നന്ദു ഈ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ കനകത്തിന് ആകെപ്പാടെ ബേജാറാവുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ അനിയുടെ മനസ്സിലും നന്ദുവിന്റെ മനസ്സിലും പരസ്പരം ഇഷ്ടം കൊണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്താല് കല്യാണം ആകെപ്പാടെ അലങ്കോലമാക്കുകയും മൂത്ത രണ്ടുപേർക്കുള്ള അവസ്ഥ നന്ദുവിന് വരികയും ചെയ്യും. എല്ലാ കുറ്റങ്ങളും ഇവരുടെ തലയിലാകുകയും ചെയ്യും. ആകെപ്പാടെ വലിയൊരു സീനുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് കനകം ഓടി വരികയാണ്. അപ്പൊ ഇവർ തമ്മിൽ കൈപിടിച്ച് നിൽക്കുന്നതൊക്കെ അപ്പുറത്ത് നിന്ന് ജലജ കാണുന്നുണ്ട് കേട്ടോ. കനകം ഓടി വന്നിട്ട് നന്ദു എന്ന് വിളിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അനി ചോദിക്കുകയാണ്, എന്താ ആന്റി ഇത്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ചോദിക്കുമ്പോൾ, അയ്യോ അതല്ല മോനെ, ഗോവിന്ദേട്ടന് സുഖമില്ല, അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കണം, ഞങ്ങളുടെ മരുന്നെടുക്കാൻ പറഞ്ഞിട്ടതാന്ന് പറയുന്നുണ്ട്, ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അതിലെ ഒരു കുഴപ്പമില്ലാതെ തുള്ളിച്ചാടി വരുന്ന ഗോവിന്ദനെ കാണുമ്പോഴേക്കും, എന്താ ആന്റി ഇത്, ആന്റിയല്ലേ പറഞ്ഞത് അങ്കിളിന് സുഖമില്ലാന്ന്, അങ്കിളിന് വിളിക്കുമ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്കിളിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ കനകം പറയണം, അയ്യോ നിങ്ങൾക്ക് വയറുവേദന ഇല്ലാന്ന് ചോദിക്കുന്നു. എനിക്ക് വയറുവേദനയോ? അപ്പൊ കനകം കണ്ണിറക്കി കാണിക്കും, അതെ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു, ഞാൻ മരുന്ന് കഴിച്ചു, കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി മോനെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെയും അതുപോലെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് കനകം നേരെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് അവിടുന്ന് ജലജ ഓർക്കാണ്, ഇവളെന്തിനാ ഇത്ര ബഹളം വെച്ച് നന്ദുവിനെ അവന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്, ഇതിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, രണ്ടുപേരും നിപ്പും നോട്ടോ അത്രയ്ക്ക് ശരിയല്ല, കയ്യിൽ പിടിച്ച് ഇത്രയും നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കായിരുന്നു, ഇതിന് പിന്നിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, കണ്ടുപിടിക്കണം എന്നിങ്ങനെ ജലജ മനസ്സിൽ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നന്ദു വീണ്ടും മുറിയിലേക്ക് പോയിട്ട് കനകം പറയാണ്, നിനക്കറിയാമല്ലോ എല്ലാ സാഹചര്യങ്ങളും, ഇവിടെ വെച്ച് അനിയുമായിട്ട് എന്തെങ്കിലും മിണ്ടുന്ന കണ്ട ആ അനാമികയ്ക്ക് പിന്നെ അത് മതി വഴക്കുണ്ടാക്കാന്, ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവും, അതിന്റെ പൊന്നു മോളെ ഇവിടെ എങ്ങും പോവാതെ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയും നവിയും വരുന്നുണ്ട്. എന്താ മോളെന്താ ഇവിടെ തന്നെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, ചടഞ്ഞു കൂടി ഇരിക്കുകയാണല്ലോ, മോളെ പുറത്തേക്കൊക്കെ ഒന്ന് വാ എന്ന് പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട്, അതെന്തിനാ മോളെ, ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ്. നയന പറയുന്നുണ്ട്, അതല്ലല്ലോ അമ്മേ, ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ പറ, നല്ലൊരു സാരിയൊക്കെ എടുത്ത് നല്ലൊരു പെൺകുട്ടിയെ പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ പറയാമേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വല്ല ഇവളെ കൊണ്ട് പറ്റുമോ, അതൊക്കെ നിനക്ക് അറിയില്ലേടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ പറഞ്ഞു വിടുന്നുണ്ട്. എങ്കിലും നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോള് പറ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് രണ്ടുപേരും. അവൾക്ക് ഒരു വിഷമമില്ല മോളെ എന്ന് കനകം പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, എന്താടി ഇനി നിന്റെ മനസ്സിൽ ആരെങ്കിലും കയറിക്കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നവ്യ പറയാണ്, അങ്ങനെ നന്ദിന്റെ മനസ്സിൽ ആരെങ്കിലും കയറിക്കൂടിയാ അവനൊരു ലക്കിയാ, ഇത്രയും നല്ലൊരു ബ്ലാക്ക് ബെൽറ്റ് ആയുള്ള ലേഡിയല്ലേ കിട്ടാൻ പോകുന്നത്, അത് മാത്രമല്ല നിനക്ക് ഏതെങ്കിലും അവന് ഇഷ്ടമാണെങ്കിൽ നീ ഇപ്പൊ പറ, അവന്റെ കല്യാണമാണെങ്കിലും മണ്ഡപത്തിൽ തൂക്കിയെടുത്തണമെന്ന് നിന്റെ മുമ്പിൽ ഞങ്ങൾ നിർത്തിത്തരും എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് കനകം ദേഷ്യപ്പെട്ടുകൊണ്ട്, നീ എന്ത് വർത്താനാടി പറഞ്ഞത്, ഒറ്റടിയും വെച്ചെന്നാണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു നവ്യോട് ദേഷ്യപ്പെടുമ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനമ്മേ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത്, ചേച്ചിയുടെ തമാശ പറഞ്ഞല്ലേ,
ഇത്ര കഴിഞ്ഞ് വയലിൻ്റെ അവിടെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജലജ പുറത്തു നിന്ന് ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതല്ല മോളെ, അവൾ കൊച്ചുകുട്ടിയല്ലേ, അവളോട് അങ്ങനെയൊക്കെ പറയാവോ? ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ഇതിലങ്ങനെ പറഞ്ഞു തന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കതിൽ ഈരെയായിട്ട് ഭയങ്കര ദേഷ്യ. പാവം നന്ദു അവൾ ഇരിക്കുന്നുണ്ടല്ലേ, അമ്മയുടെ ഈ ഒരു ദേഷ്യ സ്വഭാവം കാരണം എന്റെ കൊച്ചിങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് നയനെ പറയുന്നുണ്ട്. സാരില്ല മോള് വിഷമിക്കാതിരിക്കുക, ഞങ്ങൾക്ക് പുറത്ത് കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജലജയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ജലജ ഇങ്ങനെ വാതിലിന്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് ജലജ ഫോൺ കട്ടാക്കാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, ആഹാ എന്റെ അമ്മായിമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ അമ്മായിമ്മേ, ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം കേട്ടോ? എന്നിട്ട് എന്തെങ്കിലും രഹസ്യം പിടി കിട്ടിയോ? ഞാൻ അതൊന്ന് കേൾക്കാൻ വന്നൊന്നും അല്ല, ഞാൻ ചുമ്മാ അതിലെ പാസ് ചെയ്ത് പോയപ്പം പെട്ടെന്ന് ആ ഫോൺ റിങ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇവിടെ ഒരു ബോംബ് വെക്കാനുള്ള പ്ലാൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ ജലജനെ ശരിക്കും ഒന്ന് ആക്കി വിടുന്നുണ്ട്. അങ്ങനെ ജലജ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നവ്യ പറയാണ്, കള്ളി നിൽക്കുന്നത് കണ്ടില്ലേ, നമ്മളോട് എന്തൊക്കെയാ സംസാരിക്കുന്നത്, എന്തെങ്കിലും രഹസ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, നിൽക്കുക അവരെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാമെന്നല്ലേ ചേച്ചി അപ്പച്ചിയുടെ കാര്യം, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഉരുളക്കുപ്പരി പോലെ ചേച്ചി മറുപടി കൊടുക്കുന്നുണ്ടാ, ചേച്ചിയോടൊന്നും പറയാൻ വരാത്തെന്നൊക്കെ നയനെ പറയുന്നുണ്ട്. നവ്യ പറയാണ്, നീയും അതുപോലെ തന്നെ നിന്റെ അമ്മായിമ്മയോട് അങ്ങ് പറഞ്ഞാൽ മതി, നിന്റെ മികട്ട് ഇറങ്ങി വരില്ല എന്ന് നവ്യ പറയുന്നു. ഞാൻ അങ്ങനെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞാൽ പിന്നെ അത് മതി വഴക്കുണ്ടാക്കണമെന്ന് പറയാണ്. എങ്കിലും നിന്നെ പറഞ്ഞ ഒന്നും കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം നിനക്കില്ല എന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ഇവരെ പറഞ്ഞൊന്നും കേട്ടിട്ടും യാതൊരു കുലുക്കോ ഇല്ലാതെ കട്ടിലെ തന്നെ ഒരു മൂലയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കാൻ കേട്ടോ നന്ദു. അങ്ങനെ അനിയാണെങ്കിലും ആകെപ്പാടെ വിഷമത്തോടെ മൂഡ് ഓഫ് ആയിട്ട് അനിയും ഒരു സ്ഥലത്തേക്ക് പോയി മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താ അനി നാളെ നിന്റെ കല്യാണമാ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, ഒന്ന് എനിക്ക് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് പറയുമ്പം ഞാൻ എടുത്തൊരു എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, എന്നിട്ടും എന്നെ എല്ലാവരും നിർബന്ധിച്ച് ഈ വിവാഹം കഴിപ്പിക്കല്ലേ, ഇതിൽ കൂടുതൽ സന്തോഷിച്ചിരിക്കാനൊന്നും എനിക്കറിയില്ല ചേച്ചി, എന്റെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് അനി സങ്കടപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ ഒരു കാര്യമെന്ന് ജലജ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അവന്റെ മനസ്സിൽ മറ്റേതൊരു പെണ്ണുണ്ടല്ലേ, അവനത് എന്റെ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലേ, അവന്റെ മനസ്സിലുള്ള പെണ്ണ് ആരായിരിക്കും? ഞാൻ ജലജ ആലോചിക്കുകയാണ്. അപ്പോഴേക്ക് നവ്യ നയനോട് ചോദിക്കാണ്, അല്ല എന്താ അവൻ പറഞ്ഞത്, ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ, എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ പറയാണ്, അത് വേറൊന്നുമല്ല, എനിക്ക് ഏതൊരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നും പക്ഷെ ആ പെൺകുട്ടിയോട് ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെന്നും ആ പെൺകുട്ടിയും ഇവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ പരസ്പരം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അനാമികനെയല്ല ആ പെൺകുട്ടിനെ വിവാഹം കഴിക്കാനായിരുന്നു ഇവന് താല്പര്യം, പക്ഷെ വീട്ടുകാരഞ്ഞാല് അത് നടത്തി തരാത്തില്ലാത്തതുകൊണ്ടും മുത്തശ്ശൻ പോയിട്ട് അനാമികയുടെ വാക്ക് പറഞ്ഞുകൊണ്ടുവാ ഈ വിവാഹം ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ നയനെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മുളിഞ്ഞ് ഇന്ന് കേൾക്കുന്ന ജലജ ഓർക്കാണ്, എന്തായാലും ഒരു ബോംബിടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഇവളുമാരെ പുറകെ വിടാതെ പിന്തുടരണം എന്നിങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട്, നമ്മുടെ അനി ആര് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ജലജ എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.